शांति अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। शिव का कर लो ध्यान, आ रहा पावन पुण्य सवेरा। से आए अपने आप को जानो, राजयोग के द्वारा अपना परम पिता पहचानो। इसी राजपथ पर चलकर पालो अपना बसेरा। तुम हो आत्मा तन से न्यारे, परमात्मा को प्यारे। दिव्य गुणों को धारण करके योगी बनो दुलारे। ज्योति बिंदु ही तोड़ेगा ये माया मोह का घेरा। अंतर मन में ज्योति जगा लो, होगा दूर अंधेरा। ओम शांति, ओम शांति, ओम शांति। ओम शांति। बाप दादा मधुबन प्रभात मुरली 23/4। बेटे बच्चे, बाप को याद करने की आदत डालो, देही अभिमानी बन जाएंगे, नशा व खुशी कायम रहेगी, चलन सुधरती जाएगी। ബാബ നമ്മളെ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ ബാബയെ ഓർമ്മിക്കാനുള്ളൊരു ശീലമുണ്ടാക്കുക. ബാബയെ ഓർമ്മിക്കാനുള്ളൊരു ശീലമുണ്ടാക്കുക ദേഹി അഭിമാനിയായി മാറും. ദേഹി അഭിമാനിയായി മാറും. ഉത്സാഹവും സന്തോഷവും നിലനിൽക്കും. ഉത്സാഹവും സന്തോഷവും നിലനിൽക്കും. പെരുമാറ്റം നന്നായി കൊണ്ടിരിക്കും. പെരുമാറ്റം നന്നായി കൊണ്ടിരിക്കും. ബാബ നിരാകാരനാണ്. ബാബ സദാ ദേഹി സ്ഥിതിയിലാണ്, സ്വരൂപത്തിലാണ്. അപ്പൊ ആ രൂപത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മളും അതുപോലെ ആയിപ്പോകും. അപ്പൊ ബാബ പറയാണ്, എന്നാൽ ഉത്സാഹവും സന്തോഷവും ബാബയെ ഓർമ്മിക്കുന്നതോടെ നമ്മുടെ പെരുമാറ്റം മാറിക്കൊണ്ടിരിക്കും, നന്നായി. അപ്പൊ ബാബ പറയാണ്, അങ്ങനെ ബാബയെ എപ്പോഴും ഓർമ്മിക്കാനുള്ള ശീലം നമ്മൾ ഉണ്ടാകും.
ज्ञानामृत पीते हुए भी कई बच्चे ट्രൈറ്റർ बन जाते ही कैसे. ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടും പല കുട്ടികളും ട്രൈറ്ററാണ്. ട്രൈറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാരന്മാരാണ് അല്ലെങ്കിൽ ചതിയന്മാരാണ്. എങ്ങനെ? ജ്ഞാനാമൃതം കുടിക്കുന്നുണ്ടെങ്കിലും പല കുട്ടികളും ട്രൈറ്റർമാരാണ്. അത് എങ്ങനെയാണ്? जो एक और ज्ञानामृत पीते दूसरी ओर जाकर गंध करते अर्थात आसुरीय चलन डिसर्विस करते ईश्वर के बच्चे बनकर अपनी चलन सुधारते नहीं, आपस में मायावी बातें करते, एक दो को दुखी करते, बहुत ഒരു ഭാഗത്ത് ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ട് മറുവശത്ത് പോയി വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്യും, മറുവശത്ത് പോയി മോശമായ കാര്യങ്ങൾ ചെയ്യും. അതായത് ആസുരീയ പെരുമാറ്റത്തിലൂടെ ഡിസർവീസ് ചെയ്യും. ഈശ്വരന്റെ കുട്ടിയായിട്ടും പെരുമാറ്റം നന്നാക്കില്ല. പരസ്പരം മായാവി കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കും, ദുഃഖിപ്പിച്ചുകൊണ്ടിരിക്കും. അവരാണ് ചതിയന്മാർ. बाबा कहते बच्चे तुम यहाँ आए हो असुर से देवता बने, तो सदा एक दो में ज्ञान की चर्चा करो, दैवी गुण धारण करो, अंदर जो भी अवगुण है उन्हें निकालो. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അസുരരിൽ നിന്നും ദേവതയാകാൻ. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അസുരരിൽ നിന്നും ദേവതയാകാൻ. അതുകൊണ്ട് എപ്പോഴും പരസ്പരം ജ്ഞാന ചർച്ച ചെയ്യും. ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ഉള്ളിൽ എന്തെല്ലാം അവഗുണങ്ങളുണ്ടോ അതെല്ലാം ഇല്ലാതെയാകും. ബുദ്ധിക്കോ സ്വച്ഛ സാഫ് ബനാവൂ, ബുദ്ധിയെ സ്വച്ഛവും ശുദ്ധവുമാക്കും. അതായത് ബാബ പറയാണ്, നമ്മള് കണ്ണി കണ്ട കാര്യങ്ങൾ സംസാരിക്കുകയും മായാവി കാര്യങ്ങൾ സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും ദുഃഖിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ബാബ പറയാണ്, നമ്മൾ തന്നെ നശിച്ചു പോകും, ചാരന്മാരായി മാറാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ആസുരീയ സ്വഭാവങ്ങളെ മാറ്റി ദേവതയാകാനാണ്. അതുകൊണ്ട് ബാബ പറയാണ്, അതിനാവശ്യമായ ജ്ഞാനത്തിന്റെ ചർച്ച ചെയ്ത് നമ്മളിൽ കുറവുകൾ ഇല്ലാതാക്കി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യും. ബുദ്ധിയെ നമ്മൾ വളരെ ശ്രദ്ധവും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ കേൾക്കാൻ പോകുമ്പോൾ ബുദ്ധി മ്ലേച്ഛമായി. ഗീതം തക്തീർ ജഗാക്കർ ആയിരിക്കും, ഭാഗ്യമുണർത്തി വന്നിരിക്കും. ഓം ശാന്തി. ബച്ചോനെ ഗീത് സുന അവർ ബച്ചോനെ ഹി ഗായ. കുട്ടികള് ഈ പാട്ട് കേട്ടു, കുട്ടികൾ തന്നെയാണ് പാടി. कोई भी स्कूल में जब जाते हैं तो तकदीर बुद्धि में रहती है कि यह इम्तिहान पास करें. ഏത് സ്കൂളിൽ പോയാലും നമ്മുടെ ബുദ്ധിയിൽ ഒരു കാര്യം ഉണ്ടാവും, ഞാൻ ഇവിടെ പഠിച്ചാൽ ഈ പരീക്ഷ പാസ്സാകും. ബുദ്ധിമേം തക്ദീർക്ക് എയിം ഒബ്ജക്റ്റ് രഹത്തി. ഒരു ഭാഗ്യമുണ്ടാക്കാനാണ് സ്കൂളിൽ പോയിരിക്കുന്നത്, അത് നമ്മുടെ മനസ്സിലുണ്ടാകും. अब तुम बच्चे जानते हो हम अपनी तकदीर में नई दुनिया को धारण कर पाए. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ ബുദ്ധിയിലെ ആ പുതിയ ലോകം ധാരണയിൽ വന്നിട്ടുണ്ട്. അതായത് അതിനു വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. नई दुनिया को रचने वाले परमपिता परमात्मा से हम वर्षा लेने की तकदीर ले आए. ആ പുതിയ ലോകത്തെ സ്ഥാപിക്കുന്ന രചിക്കുന്ന പരമപിത പരമാത്മാവിൽ നിന്നും സമ്പത്ത് നേടാനുള്ള ഭാഗ്യവുമായിട്ടാണ്
അല്ലെങ്കിൽ ആ ഉദ്ദേശവുമായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ബാബയ്ക്കാണ് എന്ത് സംഭവം? മനുഷ്യസെ ദേവത ബ നരസെ നാരായൺ ബനനേക്കാൾ മനുഷ്യനിൽ നിന്നും ദേവതയാകും, നരനിൽ നിന്നും നാരായണനാകാനുള്ള സംഭവം. ഈ രാവൺ കെ ഭ്രഷ്ടാചാരി രാജ്യസെ ലേ ജാതി. ബാബ നമ്മളെ ഈ രാവണന്റെ ഭ്രഷ്ടാചാര രാജ്യത്തിൽ നിന്നും കൊണ്ടുപോകും. യഹ് ഹെ രാവൺ കാ ഭ്രഷ്ടാചാരി രാജ്യ. ഭ്രഷ്ടാചാരി വികാര സെ പൈദാ ഹോത്തെ ഹി और വികാരി ഹി ഭ്രഷ്ടാചാരി കഹാ. ബാബ പറയാണ് ഇത് രാവണന്റെ ഭ്രഷ്ടാചാര രാജ്യം. ഈ ഭ്രഷ്ടാചാരികൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വികാരത്തിൽ കൂടി ജനിച്ച എല്ലാവരും ഭ്രഷ്ടാചാരി. ബാബ പറയുന്ന വികാരമുള്ളവരെയാണ് ഭ്രഷ്ടാചാരികൾ എന്ന് വിളിക്കുന്നത്. ഭഗവാൻ വാച കാം മഹാശത്രു ഹെ തുമക്കോ ഇൻ पर जीत पानी है तब ही ശ്രേഷ്ഠാചാരി बनेगी. ഭഗവാൻ പറയുകയാണ് കാമം മഹാശത്രുവാണ്, നിങ്ങൾ ഇതിനെ ജയിക്കണം, അപ്പോഴേ ശ്രേഷ്ഠാചാരികളാവും. ഭാരതി ഹി ഭ്രഷ്ടാചാരി ഭാരതി ഹി ശ്രേഷ്ഠാചാരി ബനെ. ഈ ഭാരതം ഭ്രഷ്ടാചാരിയായി, ഈ ഭാരതം തന്നെ ശ്രേഷ്ഠാചാരിയാണ്. മുത്ത് പരീത്തിക്കോ ഹി ഭ്രഷ്ടാചാരി കഹാജ. ഈ മലമൂത്രം നിറഞ്ഞ ദേഹത്തിൽ ആ ബോധത്തിൽ കിടക്കുന്നവരാണ് ഈ ഭ്രഷ്ടാചാരി. സത്യവുമേം ഭ്രഷ്ടാചാരി ഹോത്തേ ഹി നഹി ക്യോങ്കി വഹ മായാ കാ രാജ്യ ഹി നഹി. സത്യയുഗത്തിൽ ബാബ പറഞ്ഞ ഭ്രഷ്ടാചാരികളെ എന്തുകൊണ്ടെന്നാൽ അവിടെ മായയുടെ രാജ്യമേ. ഈ സമയം ഭായി രാവണ രാജ്യം. ഈ സമയത്താണെങ്കിലോ ലോകം രാവണ രാജ്യമാണ്. സബ്മേം പാഞ്ച് വികാരം, എല്ലാവരിലും 5 വികാരങ്ങൾ. സത്യവുമേം ഭി അഗർ രാവൺ രാജ്യം ഹോത്താ തോ വഹം ഹി രാവൺ കോ ജലാത്തെ. സത്യയുഗത്തിൽ രാവണ രാജ്യം ഉണ്ടായിരുന്നെങ്കിൽ ബാബ പറഞ്ഞു അവിടെയും രാവണനെ കത്തിച്ചേ. വഹം ഏത് ബാധ്യ ഹോത്തിനെ, അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളെ അറിയാൻ പാടില്ല, അവിടെ വികാരങ്ങളുണ്ട്. വഹം ഹേ ശ്രേഷ്ഠാചാരി, അവിടെ ശ്രേഷ്ഠാചാരികളാണ്. ഭ്രഷ്ടാചാരി ദുനിയാമേ कोई ऊंच പൊസിഷൻ पर है तो सब उनको मानते. ഈ ഭ്രഷ്ടാചാര ലോകത്തും ആരെങ്കിലും ഉയർന്ന പദവിയിലിട്ടുണ്ടെങ്കിൽ അവരാളുകൾ ആദ്യം जैसे सन्यासी बहुत अच्छी पोजीशन पर है तो सब उनको मानते हैं क्योंकि वे पवित्र रहते हैं तब ही सब मनुष्यों को अच्छा समझते हैं. ബാബ പറഞ്ഞ സന്യാസികൾ നല്ല പൊസിഷനിലാണ്, എല്ലാവരും അവരെ മാനിക്കുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ അവർ പവിത്രമായി കഴിയുന്നു, അപ്പോൾ എല്ലാ മനുഷ്യരും അവർ നല്ലവരാന്ന് വിചാരിക്കും. അപ്പൊ ബാബ പറയണു ഈ പതിത ലോകത്തിലും വാസ്തവത്തിലെ പൊസിഷൻ ഉള്ളവരുണ്ട്, ഉയർന്ന അവരെല്ലാവരും അംഗീകരിക്കും. ഗവൺമെന്റ് ബി അപ്പനെ അച്ഛാ സമച്ചിട്ട് ഗവൺമെന്റും അവര് നമ്മളെക്കാൾ നല്ലവരാന്ന് വിചാരിക്കും. ഉനംകോ അപ്പന രാജ് ഗുരു ബി ബനാത്തെ. ബാബ പറയണു അവര് രാജാക്കന്മാര് പോലും ഗുരുക്കന്മാരാക്കി വയ്ക്കും. സത്യമെന്തോ ഗുരു കാ നാം ഹോത്താഹി നഹി. സത്യത്തിൽ ബാബ പറഞ്ഞ ഈ ഗുരു എന്നൊരു വാക്കൊന്നും അവിടെ ഉണ്ടാവും. ഗുരു അർത്ഥാത് സദ്ഗതി കരണന്മാർ. ഗുരു എന്ന് പറഞ്ഞാൽ എന്താണ്? വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുന്നവർ, ദുഃഖമില്ലാതാക്കുന്നവർ. ബാബ പറയാണ് അവിടെ വെളിച്ചത്തിലാണ് എല്ലാവരും സദ്ഗതിയിലാണ്, പിന്നെ ഗുരുവിന്റെ ആവശ്യമില്ല. ശാസ്ത്രമെന്തോ കഹാനിയാൻ ബനാതി. ശാസ്ത്രങ്ങളിൽ പിന്നെ കുറെ കഥകളാണ്. അവിടെയാണെങ്കിൽ സത്യത്തിൽ പെട്ടും ഗുരുക്കന്മാരൊക്കെ അത് കഥകളാണ്. രാജാ ജനകനെ ഉനേം ജയിൽമേം ഡാൽ ദിയ ജന്മേം ബ്രഹ്മജ്ഞാൻ രാജോക്കാൻ നഹി ഥ. രാജാ ജനകൻ ഈ ബ്രഹ്മജ്ഞാനമില്ലാത്തവരെ, രാജയോഗ ജ്ഞാനമില്ലാത്തവരെയൊക്കെ ജയിലിൽ കിട്ടുന്നൊക്കെയാണ്. ജബ് ഉനേം രാജയോഗ ഞാൻ മില തബ് സെക്കൻഡുമേ ജീവൻ മുക്തി കൊണ്ടാണ്. ആ രാജയോഗത്തിന്റെ ജ്ഞാനം കിട്ടിയപ്പോൾ ഒരു സെക്കൻഡിൽ ജീവൻ മുക്തി കിട്ടിയെന്നാണ് ബാബ അത് കഥകളൊക്കെ. ഭ്രഷ്ടാചാരി അർത്ഥ നഹി റിഷ്വത്താദി കാത്തെ. ഈ കൈക്കൂലി മേടിക്കുന്നവരും അഴിമതി ചെയ്യുന്നവരൊക്കെയാണ് ഭ്രഷ്ടാചാരി. അവർ അങ്ങനെയൊന്നുമല്ല. നഹി ബാബ കാത്തെ ജോ ബി മനുഷ്യ മാതൃകെ സബ് ഭ്രഷ്ടാചാരി ക്യോങ്കി സബ്കെ ശരീര വികാർ സെ പൈദാ ഹോ. ബാബ പറയാണ് കൈക്കൂലി മേടിക്കാത്തവർ ശ്രേഷ്ഠാചാരികളൊന്നും അല്ല. ഈ ലോകത്തുള്ള സകല മനുഷ്യരും ബാബ പറഞ്ഞ ഭ്രഷ്ടാചാരികളാണ്. എന്തുകൊണ്ടാൽ എല്ലാവരുടെയും ദേഹം കാമവികാരം, അച്ഛനമ്മയുടെയും കാമവികാരത്തിൽ കൂടെയുള്ള കുട്ടിക്ക് ദേഹം ഉണ്ടായി. അപ്പൊ ബാബ പറഞ്ഞു വികാരത്തിൽ കൂടി ജനിച്ച എല്ലാവരും ഭ്രഷ്ടാചാരി. തുമാര ശരീർ ബി വികാർ സെ പൈദാ ഹുവാ. നമ്മൾ ബ്രാഹ്മണരുടെ ശരീരവും വികാരത്തിൽ കൂടെയാണ് ഉണ്ടായത്. परंतु अभी तुम अपने को आत्मा समझ बाबू के बने हो, देह अभिमान छोड़ दिया है, इसलिए तुम परमपिता परमात्मा की बहुवंशावली हो, ഈശ്വരീയ സത്യം. എന്നാൽ ഇവിടെ നമ്മൾ ആത്മജ്ഞാനം കിട്ടി, ആത്മാവാണെന്ന് മനസ്സിലാക്കി, ദേഹാഭിമാനം ത്യജിച്ച് പരമപിത പരമാത്മാവിന്റെ ബഹുവംശാവലികളായി മാറി. ഇപ്പോൾ നമ്മൾ ഈശ്വരീയ സന്താനങ്ങളാണ്. പരമപിത പരമാത്മാനെ ആക്കർ തും ആത്മാവും കോ അപ്പനാ കന്നെ. പരമപിത പരമാത്മാവ് വന്ന് നമ്മൾ ആത്മാക്കളെ ബാബയുടെ കുട്ടിയാൽ. ഏത് ബഹുത് ഗുഹ്യമാക്കി, ഇതെല്ലാം വളരെ ഗുഹ്യമായ കാര്യങ്ങളാണ്. ഹം ആത്മാ പരംപിത പരമാത്മാക്കി വംശാവലി ബനെ. നമ്മൾ ആത്മാക്കൾ പരംപിത പരമാത്മാവിന്റെ വംശാവലികളായി മാറി. ആത്മാ കാത്തേ ഹേ ബാബ.
ഇവിടെ ആത്മാവാണ് പരമാത്മാവിനെ ബാബ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പരമാത്മാവിനെയാണ് ബാബ എന്ന് വിളിക്കുന്നത് ആത്മാവാണ്. അപ്പോൾ നമുക്ക് ദേഹബോധത്തിൽ നിന്നും നമ്മൾ ഉപയോഗിക്കും. അതുകൊണ്ട് ബാബ പറയാണ്, ബ്രാഹ്മണരായി നമ്മളും ഭ്രഷ്ടാചാരികളാണെങ്കിലും അപ്പോൾ മാറി. സത്യമേം ആത്മാ കൊയ് പരമാത്മാക്കോ ബാബ നഹി നഹി. സത്യത്തിൽ ബാബ പറയണ ആത്മാവ് പരമാത്മാവിനെ ബാബ. എന്തുകൊണ്ടാണ്? അവർ പരമാത്മാവിനെ കുറിച്ച് അറിയും. വഹം തോ ജീവ് ആത്മാക്കോ ബാബ കാട്ടി. ബാബ പറയണു അവിടെ ജീവാത്മാവിന് അച്ഛൻ അല്ലെ, എല്ലാവരും ജീവാത്മാക്കളാണ്. അപ്പോൾ ജീവാത്മാക്കൾ അച്ഛൻ. തും ജീവാത്മാ. ബാബ പറയണു നമ്മളിപ്പോൾ ജീവാത്മാ. ജീവൻ വെച്ചാൽ ഈ ശരീരം, അതിലിരിക്കുന്ന ആത്മാവാണ്. അപ്പൊ ബാബാനെ കഹാകെ അപ്പനെ കോ ആത്മാ നിശ്ചയിക്കർ പരമാത്മാക്കു യാത്. അപ്പോൾ ഈ ജീവശരീരത്തിൽ നിന്നും വേറിട്ട ആത്മാവാണെന്ന് മനസ്സിലാക്കി ഉറപ്പിച്ചിട്ട് പരമാത്മാവിനെ ഓർമ്മ. അതാണ് ഇപ്പോൾ ബാബ പറയുന്നത്. സബ്സെ ഉത്തമ ജന്മത്വം ബ്രാഹ്മണോക്ക. ഈ സൃഷ്ടിയിലെ ഏറ്റവും ഉത്തമ ജന്മം എന്താണ്? ദൈവത്തിനാൽ സൃഷ്ടിക്കപ്പെട്ട ബ്രാഹ്മണ ജന്മം തന്നെയാണ്. ആത്മാ കാത്തേഹം ആപ്യ ഭക്ഷ്യപ്പനെ. ആത്മാവ് പരമാത്മാവിനോട് പറയുകയാണ്, ഞങ്ങൾ അങ്ങയുടെ കുട്ടികളായി മാറി. ഗർഭസേ ദോടേഹിനെങ്കിലെ നമ്മൾ ഗർഭത്തിൽ നിന്ന് വന്നവരല്ല. ബാബാക്കോ പകജാൻകർ പ്രിയപ്പനെ. നമ്മള് ബാബയെ തിരിച്ചറിഞ്ഞ് ബാബയുടെ കുട്ടികളായി മാറും. ശിവബാബ ആപ്പിക്കേഹി അവർ ആപ്പിക്കി മതപ്പർ ചലേ. നമ്മൾ എന്താണ് പറയുന്നത്? ശിവബാബ ഞങ്ങൾ അങ്ങയുടേതാണ്, ഞങ്ങൾ അങ്ങയുടെ മതപ്രകാരം തന്നെ ജീവിക്കും. ഇതിനെ സൂക്ഷ്മമാണ്. ഇതൊക്കെ എത്ര സൂക്ഷ്മമായ കാര്യങ്ങളാണ്. ആത്മാവി നിരാകാരക്കോ ശിവബാബി നിരാകാരൻ. ആത്മാവ് നിരാകാരനാണ്, ആത്മാവിന്റെ അച്ഛൻ ശിവബാബയും നിരാകാരനാണ്. ശിവബാബയ്ക്ക് യാദിസേഹി വികർമ്മ വിനാശുകൊണ്ട്. ശിവബാബയുടെ ഓർമ്മയിൽ കൂടെ മാത്രമേ, ആ നിരാകാരന്റെ ഓർമ്മയിൽ കൂടെ മാത്രമേ സാകാര ദേഹത്തിന്റെ ബോധത്തിലുണ്ടായ പാപങ്ങൾ നശിക്കുകയുള്ളൂ. യാതൊരഹീം ചെയ്യാത്ത ഭ്രഷ്ടാചാരി തന്നെ. ഓർമ്മിച്ചില്ലെങ്കിൽ ബാബ ഭ്രഷ്ടാചാരികൾ തന്നെയാണ്. ഇതിനെ കടിയ ബാധേഹി പരന്തു ബഹുത് ബച്ചോ കോ ഭൂൽ ജാതാ ഹൈ കി മേം ആത്മാ പരപിതാ പരമാത്മാ കി ഗോദ് മേം ബൈഠേ. ഇതെല്ലാം എത്ര കടുത്ത കാര്യങ്ങളാണ്. പക്ഷെ ധാരാളം ബാബയുടെ കുട്ടികൾക്ക് അവർ മറന്നു പോകാണ്. അതായത് നമ്മൾ ആത്മാവ് പരപിതാ പരമാത്മാവിന്റെ മടി മറന്നു പോകും. ഭൂലിലേക്ക് കാരൻ വഹ് നശ ഖുശിനഹി. അത് മറക്കുന്നത് കൊണ്ട് ഉത്സാഹവും സന്തോഷവും. ബാബാക്കോ യാദ് കർണയ്ക്ക് ആദത് പഠിച്ചായിട്ടോ ദേഹ്യ അഭിമാനി ബഞ്ചായി. എന്നാൽ ബാബയെ ഓർമ്മിക്കാനുള്ള ഒരു ശീലം ഉണ്ടാക്കുകയാണെങ്കിലോ, അല്ലെ, നിരാകാരനെ ഓർമ്മിച്ച് നമ്മൾ നിരാകാരനാകും, ബാബർ ദേഹ്യ അഭിമാനിയാകും. വിലായതമേ ബഹുത് ബക്ഷ്യാക്കിയ സമുദ്രം. വിദേശത്ത് ബാബയ്ക്ക് ധാരാളം പഠിപ്പിച്ചു, അവർ സമൂഹത്തിൽ വന്നിട്ട് പോലും ഇല്ല. പരന്തു ബാബാക്കോ യാദ് കർണ. പക്ഷെ അവര് ബാബയെ തന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബാക്കോ ബഹുത് പ്യാസെ യാദ് കർണ. ബാബയെ എങ്ങനെ ഓർമ്മിക്കേണ്ടത്? അവരുടെ ബുദ്ധി കൂടെ അല്ല ഓർമ്മിക്കേണ്ടത്, വളരെ പ്രേമത്തോടുകൂടി ഓർമ്മിക്കും. ജയ്സെ സജനി സജൻകോ കിത്തന പ്യാർ സെ യാദ് കർത്തി. ബാബ പറയാണ്, പ്രിയതമനെ എത്ര സ്നേഹത്തോടുകൂടിയാണ് ഓർമ്മിക്കുന്നത്. കല്യാണം കഴിച്ചാൽ എത്ര സ്നേഹം ഉണ്ടാകും, പക്ഷെ ആ സ്നേഹിക്കുന്ന സമയത്ത് എത്ര സ്നേഹമായി, അല്ലെ? അപ്പൊ ആ ത്വര അതിനേക്കാളും വലിയ സ്നേഹമായിട്ടാണ് ഭക്തിയിലൊക്കെ പറയുന്നത്. ജാരൻ എന്ന് പറയുന്നത്. ഭർത്താവുണ്ട്, അല്ലെ, ഈ ഗോപികമാർക്ക് ഭർത്താക്കന്മാരുണ്ട്, പക്ഷെ ജാര സ്നേഹം. അപ്പൊ അതൊന്നും കൂടി എന്താണ്, ഭയം ഉണ്ടാവും, കുറച്ചുകൂടി കടുപ്പായി. അപ്പൊ ബാബ പറയാണ്, നമ്മള് പ്രിയതമകളായി പ്രിയതമനെ ഓർമ്മിക്കണം. ചിട്ടീനഹി മാതൃഹിത്തോ സജനി ബഹുത്ത് ഹൈരൺ കൊണ്ടാൽ. ഈ പ്രിയതമനെ കത്തൊക്കെ വന്നില്ലെങ്കിൽ പ്രിയതമകൾക്ക് വലിയ പ്രയാസമാണ്. തും സജനിയാംകോ ധക്ക ഘാക്കാർ സാജൻ മിലാഹിത്തോ യാദാച്ചിരഹിച്ചാൽ. ബാബ പറയാണ്, എത്ര ജന്മങ്ങളിൽ ഈ പ്രിയതമകൾ, ബാബയുടെ കുട്ടികൾ കഷ്ടപ്പെട്ടതാണ് ഈ പ്രിയതമനെ തേടി. പ്രിയതമനെ കിട്ടിയപ്പോൾ ബാബ പറഞ്ഞു, നല്ല രീതിയിൽ ഓർമ്മിക്കട്ടെ, അല്ലെ? പ്രിയതമനെ കിട്ടിയിരിക്കാൻ പരമാത്മാവാണ് പ്രിയതമ. ചലൻ ബി ബടി അച്ചി ചായി. ഈശ്വരന്റെ പ്രിയതമകളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം? ബാബു നല്ല പെരുമാറ്റം. ആസുരിയ ചലൻ വാലേക്ക ഗലാഹി. ആസുരിയ പെരുമാറ്റമുള്ളവരുടെ ബാബ പറഞ്ഞു അവരുടെ ജീവൻ പോകുന്നു. ബാബ ചലൻ സേ ഹി സമझ जाते हैं यह याद नहीं करते हैं इसलिए धारणा नहीं हो. പെരുമാറ്റത്തിൽ കൂടെ ബാബയ്ക്ക് മനസ്സിലാകും ഈ കുട്ടി എന്നെ ഓർമ്മിക്കുന്നില്ല, അതുകൊണ്ട് ഈ ജ്ഞാനം ആ കുട്ടിക്ക് തലയില്ല. സർവീസ് നഹി കർ സക്തേ തോ പദവി നഹി പാ സകേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സേവ ചെയ്യാൻ പറ്റില്ല. സേവ ചെയ്തില്ലെങ്കിൽ ബാബ പറയണം പദവിയും ഉണ്ടാകും. പകലേത്തോ ബാബുക്ക ബന. ആദ്യം നമ്മള് ഈശ്വരന്റെ കുട്ടിയായിട്ട് ബികെ ബനന പടേ. ബികെ ആകും. ബികെ को जरूर शिव बाबा की याद रखेगा क्योंकि दादे से वर्षा लेना. ബികെകൾക്ക് തീർച്ചയായിട്ടും ശിവബാബയുടെ ഓർമ്മ. എന്തുകൊണ്ടാൽ നമുക്ക് മുത്തച്ഛനാണ് ശിവബാബ, മുത്തച്ഛന്റെ സംബന്ധം കിട്ടും, അല്ലെ? അപ്പോൾ ബാബ പറയണം എന്നെ ഓർമ്മ. യാദിമേം രഹന. ഓർമ്മയിൽ കഴിയുക എന്നുള്ളത് വെടി പകരം വലിയ പരിശ്രമമാണ്. കാര്യം എന്താണ്?
ഇതൊരു ബിന്ദുവാണ്. ബിന്ദുവിനെ ഓർമ്മിച്ച് ബിന്ദുവിനെ സ്നേഹിക്കാൻ നടത്ത് നല്ല പരിശ്രമമുണ്ട്. ऐसे कोई मत समझे भोग लगता है हम वह खाते हैं तो बुद्धियोग ബാബ സിംഗത്തിലായി. ബാബ പറഞ്ഞു ഇങ്ങനെയൊന്നും വിചാരിക്കേണ്ട, ഭോഗ് വെച്ചിട്ട് ആ ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്, അതുകൊണ്ട് ബുദ്ധിയോഗം ബാബയോട് ചേരും. നഹി, ബാബ പറഞ്ഞു അങ്ങനെയൊന്നും ചേരുന്നില്ല. ഏതോ ശുദ്ധ ഭോജനം, അത് ശുദ്ധ ആഹാരം മാത്രം. ശുദ്ധ ആഹാരം വേണം, പക്ഷെ അതുകൊണ്ട് മാത്രമൊന്നും ബാബ പറഞ്ഞു എന്റെ ഓർമ്മയൊന്നും വരത്തില്ല. അങ്ങനെയാണെങ്കിൽ ലൈലാസിന്റെ ഓർമ്മയും ലൈലാസ് എപ്പോഴും ഭോജനം ഉണ്ടാക്കി കഴിക്കും. ബാബയുടെ വീട്ടിൽ നിന്ന് എന്റെ പ്രതിനിധി കഥകളൊക്കെ വീട്ടിൽ നിന്നാണ്. ബാബയുടെ വീട് ബാബയുടെ വീടാക്കിയിട്ടുണ്ട്. പണ്ടാര ബാബയുടെ പണ്ടാര, അവിടുത്തെ മല്ലിപ്പൊടി മുളകുപൊടിയും കാട്ടില്ല ശിവവിടെ തന്നെ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാബ പറയും ശുദ്ധ ആഹാരമാണെങ്കിൽ അത് ഘടകം മാത്രം. പക്ഷെ ചിലര് വിചാരിക്കും ഞാൻ ബാബയുടെ വീട്ടിൽ നിന്നല്ല കഴിക്കുന്നത്, പുറത്തൊന്നും കഴിക്കുന്നില്ല, അപ്പൊ എന്റെ യോഗ ശരി. ബാബ പറയണ അതൊന്നും പോരാ. ബാബ പറയാണ് മെഹനത്തിന് കരത്ത് കുച്ചുബിനയ്യുക, പരിശ്രമം ഇല്ലാതെ ഒന്നും ആവും. ശ്രേഷ്ഠാചാരി യാദസേഹി ബനെ, ബാബയുടെ ഓർമ്മയിലൂടെ മാത്രമേ ശ്രേഷ്ഠാചാരി ആവുകയുള്ളൂ. ഭ്രഷ്ടാചാരി ആയത് ദേഹബോധത്തിൽ, ദേഹബോധം പോകാൻ എളുപ്പമല്ല. നിരാകാരനെ ഓർമ്മിച്ച് ദേഹബോധം പോയാൽ നമ്മൾ ശ്രേഷ്ഠാചാരി എന്ന് പറയാൻ പറ്റില്ല. പവിത്രത ഫസ്റ്റ് പവിത്രതയാണ്. ആത്മാക്കോ ശുദ്ധ ബനാനെ കെലിയെ യോഗ കാ ബൽ ചാഹിയെ, ആത്മാവിനെ ശുദ്ധമാക്കണമെങ്കിൽ യോഗബലം, ബാബയെ ഓർമ്മ ജ്ഞാനം മാത്രം, ജ്ഞാനം കൊണ്ട് പവിത്രമൊന്നും യോഗബലം വേണം. पानी में स्नान आदि करने से तो पावन बन नहीं है सत्य, क्योंकि पतित आत्मा ही बने. ഗംഗയിൽ പോയി കുളിച്ചോണ്ട് വെള്ളത്തിൽ പോയി കുളിച്ചോണ്ടൊന്നും പാവനമാകും. എന്തുകൊണ്ടെന്നാൽ പതിതമായത് ദേഹമല്ല, ദേഹിയാണ്, ആത്മാവാണ്. ഐസ്യ ധോടെ ഹി കഹേങ്കെ ജവർ ചൂട്ടാകെ സോന അച്ഛൻ. ഈ ആഭരണം ശരിയല്ല കേട്ടോ, പക്ഷെ സ്വർണം നല്ലതാന്ന് പറയാം. സ്വർണം നല്ലതാണ്, ആഭരണം മോശമാണെന്ന് പറയാൻ പറ്റില്ല. ഓരോക്ക് സംബന്ധിച്ചേക്ക് ആത്മാശുദ്ധി. ഭക്തിമാർഗത്തിൽ ആളുകൾ വിചാരിക്കുന്നത് എന്താ, ആത്മാവ് ശുദ്ധമാണ്, ആത്മാവ് നിർലയം, ആത്മാവ് പരമാത്മാവ് തന്നെ. ജേവർ ചൂട്ടാകിയ ഉത്പോഹം സാധനം, ശരീരമാണ് മോശമായിരിക്കുന്നത്, അതാണ് ഗംഗയിൽ പോയി ഞങ്ങൾ കുളിക്കുന്നത്. പരന്തു നഹി, പക്ഷെ ബാബ പറഞ്ഞു അങ്ങനെ അല്ല. ആത്മാ അഗർ ശുദ്ധ ഹോത്തിട്ടോ ശരീർ ഭി ശുദ്ധ ഹോത്താൽ, ആത്മാവ് ശുദ്ധമാണെങ്കിൽ ബാബ പറയുന്നു ദേഹം ശുദ്ധമായിരിക്കും. ദേവതാത്മാക്കളുടെ ആത്മാവ് ശുദ്ധമായതുകൊണ്ടാണ് അവരുടെ ദേഹം ശുദ്ധമായി. അതുകൊണ്ടാണ് അവർക്ക് രണ്ടിനും കൂടി അല്ലേ. ഇവിടെ ബാബ പറഞ്ഞു സന്യാസികളും വികാരത്തിൽ കൂടി ജനിച്ചവരാണ്, അവരും വികാരികളുടെ ആഹാരമാണ് കഴിക്കുന്നത്. അതുകൊണ്ട് അവരെയും സമ്പൂർണ്ണ പവിത്രം എന്ന് പറയില്ല, ഇഷ്ടം പാടില്ല എന്നാണ്. ബാബ പറയാണ് ഈ ആത്മാവ് ശുദ്ധമാണെങ്കിൽ ദേഹം ശുദ്ധമായിരിക്കും. ദേഹം ഏകബി ശ്രേഷ്ഠൻ. ഈ കലിയുഗത്തിൽ ബാബ പറയണം ഒരാൾ പോലും ശ്രേഷ്ഠരായിട്ടുള്ളവരും സത്യമേ ഐശ്വര്യമാണ്. സത്യത്തിൽ അങ്ങനെ പറയും. ബഹുത്വ സമ്പൂർണ്ണ നിർവികാരിക്ക് ചോല വികാരി ഹോത്തും ആത്മാ പവിത്ര കൈസേ ഹോ സക്തി. അവര് സമ്പൂർണ്ണ നിർവികാരികൾ. ഈ ദേഹം ബാബ പറഞ്ഞു വികാരമുള്ളതാണ്, വികാരത്തിൽ കൂടെ ജനിച്ചതാണെങ്കിൽ അതിനകത്തിരിക്കുന്ന ആത്മാവിനെ സോന പവിത്ര അവർ ജേവർ ചൂട്ടെ ബനെ. ഇത് കൈസേ ഹോ സക്ത. സ്വർണ്ണം നല്ല ശുദ്ധമായ 24 ക്യാരറ്റ് സ്വർണ്ണം, ആഭരണമാണെങ്കിലോ 10 ക്യാരറ്റ്. അവർ അത് അങ്ങനെ വരില്ലല്ലോ, അതെങ്ങനെയാവും? ഏത് അച്ഛിതര സമച്ചാനായി ഈ സമയം ശ്രേഷ്ഠാചാരി. ഇതൊക്കെ നല്ല രീതിയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഈ കലിയുഗത്തിൽ എന്തുകൊണ്ട് ആളുകൾ ശ്രമിച്ചിട്ട് നന്നാവുന്നില്ല? ബാബ പറയണം എല്ലാവരും ഭ്രഷ്ടാചാരം, ഒരാളുകളും ശ്രേഷ്ഠാചാരി. ബാബാക്കോബി നഹി ജാനത്തെ അവർ പവിത്രബി നഹി. ആളുകൾ ബാബയെയും അറിയുന്നില്ല, പവിത്രമായി ഇല്ല. തും ബച്ചേ ജാനത്തെ ഹോഗി ഗരീബ് ഹി ഗുപ്ത പുരുഷാർത്ഥ കരത്തെ രാജ്യഭാഗ്യ ലഗ്തേ ഹി ഭാഗ്യത്തോ സുഖ വിനാശം. കുട്ടികളായി നമുക്കറിയാം പാവങ്ങൾ ഗുപ്തമായ പുരുഷാർത്ഥം ചെയ്ത് രാജ്യഭാഗ്യം അല്ലെ, വളരെ ഗുപ്തമായിട്ട് പരിശ്രമം ചെയ്ത് ബാബയുടെ രാജ്യം വീണ്ടെടുക്കും. ബാക്കി പണക്കാരും ബാക്കി എല്ലാവരുടെയും നാശം. ഏത് ജ്ഞാനഹേ ഭാരതത്തിൽ, ഈ ജ്ഞാനം ഭാരതത്തിന് വേണ്ടി. ബാബ കാത്തേക്ക് മേരെ ഭക്തോക്കോ ഞാൻ സുനാം. ബാബ എപ്പോഴും എന്താ പറയുന്നത്, എന്റെ ഭക്തർക്ക് ജ്ഞാനം കൊടുക്കും. ഭക്തർക്ക് ഇത് മനസ്സിലാക്കണം, ഇതുപോലെ അങ്ങനെ മനസ്സിലാക്കും. ശിവയ്ക്ക് പൂജാരി ഹോ യാ ദേവതാവുക്ക് പൂജാരി, ശിവന്റെ പൂജാരികളാകട്ടെ ദേവതകളുടെ പൂജാരികളാകട്ടെ, ബാബ പറയണം അവർക്ക് ജ്ഞാനം കൊടുത്താൽ എന്തിലേക്ക് ഇതൊക്കെ ആരാധിക്കുന്നു. ദൂസരെ ധർമ്മമേ ബഹുത്ത് കൺവെർട്ട് ഹോ ഗയേ. ധാരാളം പേര് മറ്റു മതങ്ങളിലേക്ക് കൺവെർട്ട് ചെയ്തു പോയിട്ട് സനാതനധർമ്മം മനസ്സിലാകാൻ ഉൻസേബി നികലായി. അതിനൊക്കെ ജ്ഞാനം കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കാര്യം മനസ്സിലായിട്ട് അഭിമാനം. മൂല ബാധ്യഹേ ഏഹം കി പവിത്രത തബ് അപവിത്ര മനുഷ്യ ഗുരു ബനായി. ഏറ്റവും പ്രധാന കാര്യം പവിത്രതയാണ്. അപവിത്ര മനുഷ്യര് ഗുരുവിനെ ഉണ്ടാക്കി തലവും ബന്ധത്തിലുണ്ടാണ്, അപവിത്രമായതുകൊണ്ടാണ്. ഒരു പവിത്രമാണെന്ന് വിചാരിച്ചത്. പരമാത്മാത്വം എവർ
പരമാത്മാവാണെങ്കിലും സദാ പവിത്രം. ഉनको സമ്പൂർണ്ണ നിർവികാരി भी नहीं कह सकते. ശിവബാബ ഒരിക്കലും സമ്പൂർണ്ണ നിർവികാരി എന്ന് പറയാം. അതായത് വികാരമേ എന്താണെന്നറിയാത്ത അല്ലെ സദ്ഗുണങ്ങളുടെ സാഗരമാണ് ശിവ. അതുകൊണ്ട് നിർവികാരി എന്ന് പറയാം. പരമാത്മാക്ക് മഹിമ അലഗ്, അത് ദേവതകളുടെ മഹിമ. പരമാത്മാവിന് വികാരമില്ല, പക്ഷെ നിർവികാരി എന്നുള്ളത് പരമാത്മാവിന്റെ മഹിമ, ദേവതകളുടെ. ദേവതാവും की महिमा अलग गाई जाती है, സമ്പൂർണ്ണ നിർവികാരി. ദേവതകളുടെ മഹിമയാണ് വ്യത്യസ്തമായിട്ട് പാടിയിരിക്കുന്നത്. അവർ സമ്പൂർണ്ണ നിർവികാരികളാണ്, മര്യാദ പുരുഷന്മാരാണ്, പരമനർവ്. ശിവബാബയെ കുറിച്ച് അങ്ങനെയൊന്നും പറയാം. ഒരിക്കലും വികാരി ജരൂർ തന്നെ. ഈ നിർവികാരികൾ തീർച്ചയായിട്ടും കുറച്ചു കഴിയുമ്പോൾ വികാരികളാകും. ഏക ബാധ്യം ബുദ്ധിമേ ധാരക്കർപ്പർ അവരൊക്കെ സംശയം. ഈ ദൈവവും ദേവതകളും തമ്മിലുള്ള അന്തരമെല്ലാം നന്നായി മനനം ചെയ്ത് ധാരണ ചെയ്തിട്ട് ആൾക്കാർക്ക് പറഞ്ഞു. ഇല്ലേ ആൾക്കാർ തിരിച്ചറിയാൻ തോന്നും. അപ്പൊ സംശയം ചിലപ്പോൾ നമ്മൾ കൺഫ്യൂസ് നന്നായിട്ട് പഠിച്ചിട്ട് പോയി പറഞ്ഞു. ഏക ബാധ്യം ബുദ്ധിമേൻ ധാരൻ കർണ യാദവ് ഔർ കൗരവ് യഥാ രാജാറാണി തഥാ പ്രജ സപ്നെ വിനാശത്തോപ്പായ. യാദവരും കൗരവരും, അവരിൽ രാജാക്കന്മാരുടെ വലിയ ആൾക്കാരുണ്ട്, പ്രജകളുണ്ട്. ഏതൊക്കെ നിഷ്ഠം പാണ്ഡവന്മാർ മാത്രമല്ല, ബാക്കിയൊക്കെ പണ്ഡിതരാം. ബാക്കി ജയ ജയകാർ പാണ്ഡവ സേനാഹി പോയി. വിജയകാഹളം പാണ്ഡവ സൈന്യത്തിൻ്റെതായി. വഹതി അത് ലോകത്ത് പ്രത്യക്ഷമല്ല, അല്ലെ നമ്മൾ ആരും പ്രത്യക്ഷമല്ല, നമ്മളെല്ലാം വെറും ഇപ്പോഴും നമ്മളെല്ലാം വെറും സാധാരണക്കാരാണ്. പക്ഷെ ബാബ പറയുന്നത് പ്രത്യക്ഷത്തിൽ ഉണ്ടാകും. ശാസ്ത്രമെന്തോ ദിഖായാകെ പാണ്ഡവ പഹാഡോ പർ ഗൽ ഗൈ. ശാസ്ത്രങ്ങൾ കാണിച്ചിരിക്കുന്ന എന്താണ്? പാണ്ഡവരെ പർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് മരിച്ചു. പ്രളയക്ക ഹിസാബ് നിക്കാൽ ദിയ പരന്തു പ്രളയത്തെ പോട്ടെ. അവര് പ്രളയത്തിന്റെ ഒരു കണക്ക് പറയും. ഇത്ര ബ്രഹ്മാവിന്റെ വർഷങ്ങൾ കഴിയുമ്പോൾ പ്രളയം. ബാബ പറയുന്ന പ്രളയം ഉണ്ടാകും, സമ്പൂർണമായിട്ട് എല്ലാം പ്രളയം ലയിച്ചു പോകും. ഗീത ഭഗവാൻ കാത്തേക്ക് മേൻ ധർമ്മയ്ക്ക് സ്ഥാപന കർത്ത. ഭഗവത്ഗീതയിൽ എന്താ പറയുന്നത്? ഞാൻ ധർമ്മം സ്ഥാപിക്കാൻ വന്നില്ലേ. ഇടയ്ക്കൊരു വിനാശം ഉണ്ടാവും, പിന്നെ ഇവിടെ നിന്ന് ധർമ്മം സ്ഥാപിക്കാൻ. പതിത് ദുനിയാമയം ആയാകും പാവൻ രാജ്യം. ഈ പതിത് ലോകത്തിൽ ബാബു വന്നിരിക്കുന്നത് പാവന രാജ്യം സ്ഥാപിക്കാനാണ്. രാജയോഗ സിദ്ധാനെ ആയാകും, അവർ ഞാൻ രാജയോഗം പഠിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഏത് ജോ പ്രദർശിനി ഹോത്തിക്ക് ഉസ്മേ രാജയോഗി സിദ്ധായ ജാതാ. ബാബ പറഞ്ഞു ഈ പ്രദർശനികളൊക്കെ നമ്മൾ വയ്ക്കുന്നുണ്ടല്ലോ, അത് നമ്മൾ പഠിപ്പിക്കുന്നത് രാജയോഗമാണ്. തുമാര സാര മദാർഗെ. ബാബ പറയണു കുട്ടികളെ, നിങ്ങളുടെ എല്ലാത്തിന്റെയും ആധാരം എന്താണ്? നമ്മുടെ എല്ലാത്തിന്റെയും ആധാരം എന്താണ്? എല്ലാത്തിന്റെയും ആധാരം എല്ലാത്തിന്റെ ആധാരം എന്താണ്? സമച്ഛാനെ ബാബ മനസ്സിലാക്കി കൊടുക്കും, ആളുകൾക്ക് മനസ്സിലാക്കി. ബാബ പറയാണ് ബാബനെ കഹാദ ഏത് ചിത്ര ബനാവോ കൈസെ ഹം രാജയോഗമേ രഹ. ബാബ പറയാണ് നമ്മൾ എങ്ങനെയാണ് രാജയോഗം പഠിക്കുന്നത്? ചിത്രങ്ങളാകണം. ഊപ്പർമേ ശിവബാബ കച്ച്. രാജയോഗത്തിന് മുകളിൽ ആരാണ്? ശിവബാബയുമായിട്ടാണ് യോഗം. ഹം ശിവബാബയ്ക്ക് യാതൊരുമായി. നമ്മൾ ശിവബാബയുടെ ബാക്കി എല്ലാവരും അല്ലെ, എത്ര വലിയ സന്യാസിമാരാണെങ്കിൽ എന്താ അവർക്ക് ആർക്കും എന്താണ് യോഗം എന്താന്ന് ധ്യാനിക്കുന്നത് എന്തിനെന്നാണ്. അപ്പൊ ഓരോരോ നിങ്ങൾ ശ്രീകൃഷ്ണന്റെ പടം വെച്ചിട്ട് പ്രതിമ വെച്ചിട്ട് കാല് മുതല് തല വരെ നെറ്റിയിൽ വരെ ധ്യാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തിരിച്ച് ധ്യാനിക്കുക. മൈപ്പിലും ഒരു കാലം ഈ രൂപത്തിൽ ധ്യാനിച്ചിട്ടുണ്ട് മനസ്സുപോലെ എന്താ ശുദ്ധമാകും ഇല്ല. പിന്നെ അവരെന്ത് ധ്യാന മന്ത്രം ഓ പൂർണ്ണമതം പൂർണ്ണമിതം. ഇപ്പൊ ബാബ പറയണു ഈ ധ്യാന മന്ത്രം ചൊല്ലി ധ്യാനിക്കാൻ ആർക്ക് പറഞ്ഞു? എവിടെയാണ് മനസ്സ് പോയി നിൽക്കേണ്ടതെന്ന് ആർക്ക് പറഞ്ഞു? ബാബ പറയാണ് നമ്മളിപ്പോൾ ശിവബാബയുടെ മതപ്രകാരം ശിവബാബയെ ഓർമ്മിക്കാണ്. വഹിക്കെ ശ്രീ ശ്രീ രുദ്രൻ ജോ ഹംകോ ശ്രേഷ്ഠമില്ല. ബാബ ശ്രീ ശ്രീ രുദ്രനാണ് നമ്മളെ ശ്രേഷ്ഠമാക്കാൻ. ശ്രീ ശ്രീ കാ ടൈറ്റിൽ വാസ്തവമേ നമ്മള് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ എന്നൊക്കെ പറയൂ. അപ്പൊ അവരെ ശ്രീയാക്കിയ ശിവബാബയാണ് ശ്രീ ശ്രീ. പക്ഷെ കലിയുഗത്തിലെ മനുഷ്യൻ ശ്രീ ശ്രീ എന്നൊക്കെ പറഞ്ഞു കിടക്കും. ബാബ പറയണു വാസ്തവത്തിൽ അത് ശിവബാബയുടെ മകൻ. ഏത് ഭാരത ഇത്തനാഗിര ഈ ശ്രീശ്രീമാരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഭാരതത്തിൽ അധപ്പതിച്ചു പോയത്? ഏകതോ ഈശ്വർക്കോ സർവ്യാപി സമച്ചുമായിട്ട് അവർ അപ്പനെക്കോ ഈശ്വർമാൻ. അതിന് കാരണം ഒന്ന്, അവർ ഈശ്വരനെ സർവ്യാപി. ഈശ്വരനെ സർവ്യാപിയാക്കിയുള്ള കുഴപ്പം എന്താണ്? ഡയലാസിസ്. ഈശ്വരനെ സർവ്യാപിയാക്കിയുള്ള കുഴപ്പം എക്സർസൈസ്. ഈശ്വരനെ സർവ്യാപിയാക്കിയുള്ള കുഴപ്പമുണ്ട്. ഈശ്വരനെ സർവ്യാപിയാക്കിയുള്ള കുഴപ്പം
ഈശ്വരനെ സർവ്വവ്യാപിയാക്കിയാൽ ആരും ഓർമ്മിക്കും നമ്മൾ. അപ്പൊ നമുക്ക് ഈശ്വരൻ ഇല്ലാണ്ടായി. അപ്പൊ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്തു, നമ്മളാണ് ഈശ്വരൻ, നിങ്ങളും ഈശ്വരനാണ്. സായിബാബ എന്താ പറഞ്ഞത്, നിങ്ങളും ഈശ്വരനാണ്. പക്ഷെ നിങ്ങൾക്കത് അറിയാൻ പാടില്ല. ഞാനും ഈശ്വരനാണ്, നിന്റെതാണ്. അപ്പൊ അദ്ദേഹം ഈശ്വരൻ. ഇപ്പൊ ആരെങ്കിലും തിരിച്ചു വയ്ക്കണ്ട. അപ്പൊ അങ്ങ് ആരോടുള്ള ഈശ്വരൻ നമ്മുടെ അറിവില്ലാത്ത ഈശ്വരൻ അങ്ങനെയാണ്. അപ്പോഴാണ് ശ്രീയാണ് ദൈവമാണ്, അമ്മയാണ്. അവർ ഭാരതം നശിച്ചു. ഈ ദേഹത്തെ ഓർമ്മിച്ച് ഭാരതം ശിവാലയം, ശവത്തെ ഓർമ്മിച്ചു ശവാലയം. തും ജനത്തെ ഹോ സദ്ഗുരുത്തോ ഏകി ബാബ്. അതാ ഭാവന ഇതൊക്കെ മനസ്സിലാക്കിയ ആൾക്കാർ തിരിച്ചു വെച്ചാൽ മറുപടി പറയേണ്ട രീതിയിൽ പുറത്തുപോയി പറയും. അല്ലാണ്ട് ഇതൊക്കെ ശബ്ദം. ബാബ പറയാണ്, നമുക്കറിയാം സദ്ഗുരു ഒരേ ഒരു ശിവബാബയാണ്. ഉൻകി ഏത് ജന്മഭൂമി, ആ ഭഗവാന്റെ ജന്മഭൂമിയാണ് ഭാരതം. ഭാരതം എന്നാണ്. ഭാരതം എന്ന് വെച്ചാൽ എന്താ പ്രേക്ഷ? ഭാരതം വെച്ച വാക്കിന് അർത്ഥം എന്താ? ഭാരതം. നിരവധി പറഞ്ഞു ഭാരതം, രാമ പറഞ്ഞു ഭാരതം. ഇതിക്ക് പറഞ്ഞു അർത്ഥം എന്താ ചോദിച്ചു? വീട്ടില് ഭാ എന്ന് പറയാറുണ്ട് പിള്ളേർ ദേഷ്യം വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാസിൽ, പ്രകാശത്തിൽ, ആത്മാവിൽ, അറിവിൽ, അനശ്വരതയിൽ രമിക്കുന്നവരുടെ നാട്. ആത്മാവിൽ രമിക്കുന്നവരുടെ നാട് ഭാരതം. അപ്പൊ ബാബ പറയാണ്, എന്റെ ഭൂമി ഭാരതഭൂമിയാണ്, ഞാൻ ജനിച്ചത്. സച്ചി സച്ചി സത്യനാരായൺ കി കഥാ ബാബി ഹി ആകർ സുനായെ ബേഡാ പാർ കർത്തെ. സത്യമായ സത്യനാരായണ കഥ ബാബ കേൾപ്പിച്ച് നമ്മുടെ തോണി അപ്പുറത്തെത്തിക്കും. ബാബ കാത്തേഹി പതിത് പാവൻതോ തും ഉജയ്ഹി കാത്തേഹുന. ബാബ പറയാണ്, നിങ്ങൾ പതിത പാവന എന്ന് വിളിച്ചത് എന്നെ തന്നെയല്ലേ, വേറെ ആരെയും പതിത പാവന എന്ന് വിളിച്ചിട്ടില്ലല്ലോ. മുജയ്ഹി സബ്കോ വാപ്പിസ് ലേ ജാന. ഞാൻ തന്നെ, അല്ലെങ്കിൽ എനിക്ക് തന്നെ എല്ലാവരെയും കൊണ്ടുപോകണം. എല്ലാവരെയും കൊണ്ടുപോകുന്നതുകൊണ്ട് ശിവബാബയ്ക്ക് ഒരു പേര് ലൈലാശേഷം നമ്മളെ കണ്ടു. എല്ലാവരെയും കൊണ്ടുപോകുന്നതുകൊണ്ട് ശിവബാബയ്ക്ക് ഒരു പേര്, ഒരു അമ്പലവും ശിവക്ഷേത്രവും അത് പറയുന്നതാണ് ലൈലാശേഷം. ആരൊക്കെ പോയാലും ഞാൻ വരില്ല എന്നാണ് ലൈലാശേഷം. അങ്ങനെയാണ്. മഹാകാലേശ്വര ക്ഷേത്രം മഹാകാലനാണ്. കാലം കുറച്ചു പേരെ കൊണ്ടുപോകും. കാലന്റെയും കാലം എല്ലാവരും പോകും. ബാബ പറയാണ്, കുട്ടികളെ എനിക്ക് വരേണ്ട വരും എല്ലാവരും കൊണ്ടുപോകാൻ. യഹ് ഖയാമത്ത് കാ സമയം ജബ്കി ഹിസാബ് കിതാബ് ചുക്തൂഹർ ഹം വാപിസ് ജാത്തെ. ഇത് വിനാശത്തിന്റെ സമയം, വിചാരണയുടെ സമയമാണ്. എല്ലാ ആത്മാക്കളും അവരവരുടെ കർമ്മ കണക്ക് തീർത്ത് മടങ്ങിക്കൊണ്ട സമയമായി. സബ് കാതെ നവഭാരത് നവഡൽഹി. എല്ലാവരും പറയുന്നുണ്ട് നവഭാരതം വരണം, നവഡൽഹി വരണം. അപ്പൊ നവഭാരതത്തോ സ്വർഗീത വേറെ നവഭാരതം ഈ കലിയുഗത്തിൽ ഉണ്ടാവില്ല, അത് സ്വർഗത്തിലായി. അബദ്ധം നരകിക്കല, ഇപ്പോൾ നരകമാണ്. എവിടെയെങ്കിലും പൊളിക്കല നടക്കും. സ്വർഗം എന്ന് പറഞ്ഞില്ല. ഭ്രഷ്ടാചാരി ബനത്തെ ജാത്തെ, എല്ലാവരുടെ ഭ്രഷ്ടാചാരി ആയിക്കൊണ്ടിരിക്കും. ഏത് സമച്ചനെ അവർ സമച്ചാനേക്ക് ബാത്തേ. ഇതെല്ലാം മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. ആത്മാ അവർ പരമാത്മാക്ക രൂപി കൊയ് നഹി ജാത്തെ. ഈ ലോകത്തിൽ ആർക്കും തന്നെ ആത്മാവിന്റെയോ പരമാത്മാവിന്റെയോ രൂപം അറിയാൻ പാടില്ല. ബൽ കഹത്തേക്ക് ഹം ആത്മാ പരമാത്മാ കി സന്താൻ ഹെ പരന്തു നോളജ് ചാഹിയ. എല്ലാവരോടും പറയാറുണ്ട് നമ്മൾ ആത്മാക്കൾ പരമാത്മാവിന്റെ മക്കളാണ്. സർവ്വവ്യാപി എന്ന് പറയുന്നവരും പറയും ഈശ്വരൻ നമ്മുടെ അച്ഛൻ. പക്ഷെ ബാബു പറഞ്ഞു അതിന്റെ അറിവുണ്ടോ? ഈ ആത്മാവ് എന്താണ്, പരമാത്മാവ് പറയുന്ന അറിവുണ്ടോ? ബാബാമേം നോളജ് ഹി, ബാബിന്റെ അറിവുണ്ട്. ആത്മാമേം നോളജ് കഹാഹി, ആത്മാവിന് അറിവ് എവിടെ നിന്നാണ്? ഹം ആത്മാ കിത്തനെ പുനർജന്മം ലേത്തേഹി കഹാം രഹത്തേഹി കൈസെ ആത്തേഹി ക്യോം ദുഃഖി ബനത്തേഹി കുച്ച് ഭി സമझ नहीं. നമ്മൾ ആത്മാക്കൾ എവിടെ നിന്ന് വന്നു, നമ്മൾ എങ്ങനെ പുനർജന്മങ്ങൾ എടുത്തു, നമുക്ക് എങ്ങനെ ദുഃഖം വന്നു, നമ്മൾ എങ്ങനെയാണ് പരംധാമത്തിൽ നിന്ന് വന്നത്, വരാനുള്ള കാരണം എന്താണ്, ഇനി നമ്മൾ ആര് തിരിച്ചു കൊണ്ടുപോകും? അവർ ആർക്കറിവ്? ഏതെങ്കിലും ശ്രീമാർക്ക് അറിവ്? ഒന്നുമില്ല. വെറുതെ ഡാൻസും കളിച്ച് പാട്ടം പാടി ഇങ്ങനെ ക്ലാസ്സും വിടാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കൊടുത്ത ക്ലാസ്സും വിടാൻ പഠിപ്പിച്ചു. എന്നിട്ട് ശ്രീ എന്ന് പറയുന്നത് ബാബർ ഈ വല്ല അറിവുണ്ട്? കുച്ചുബി സമച്ചനെങ്കിൽ ഒരു അറിവില്ല. തും ബച്ചേ ജാനത്തെ ഹോ ബാബ ഹം ആത്മാവും പവിത്ര ബനാനെ ആയ. കുട്ടികളായ നമുക്കറിയാം ബാബ നമ്മുടെ ആത്മാക്കളെ പവിത്രമാക്കാൻ വന്നിരിക്കുകയാണ്. തോ വഹ് ദൈവീഗുൺ ഭി ചാഹി. അപ്പോൾ ബാബ പറയാണ്, ഈശ്വരൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഈശ്വരീയ ഗുണങ്ങൾ, ദൈവിക ഗുണങ്ങളും വേണം. മേൻ ദേവത ബൻ രഹാഹും തോ മേരെ മേൻ കൊയ് ഭി അവഗുൺ നഹീ ഹോനാ ചാഹിയെ.
നമ്മൾ എപ്പോഴും വിചാരിക്കണം എനിക്ക് ദേവതയാകേണ്ടതാണ്, ദൈവമാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ എന്നിൽ അപഗുണങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. നഹിന്തോ സൗഗുണ ദണ്ഡ് ഖാനാപ്പടെ. അപ്പൊ നമ്മൾ നമ്മളോട് തന്നെ പറയണം, ഞാൻ തെറ്റുകൾ ചെയ്യുകയാണെങ്കിൽ 100 മടങ്ങ് ശിക്ഷ എനിക്ക് കിട്ടും. അതാണ് ഖിയാമത്ത് എന്ന് പറയുന്നത്. पवित्रता की प्रतिज्ञा करके फिर कोई बुरा कर्तव्य करते तो 100% അപവിത്ര भी बन पड़े. പവിത്രതയുടെ പ്രതിജ്ഞ എടുത്തിട്ട് മോശമായ പ്രവർത്തനങ്ങൾ ചെയ്താൽ 100% അപവിത്രമാകും. സർവീസ് के बदले और ही डिसर्विस करते हैं, इसलिए फिर पद भ्रष्ट हो जाता. അപ്പൊ പിന്നെ സേവനത്തിന് പകരം ഡിസർവീസ് ആയിരിക്കും, പദവിയും പോകും. ഹമേശ ആപസ് में एक दो में ज्ञान की चर्चा चले. എപ്പോഴും ബാബ പറയാണ്, പരസ്പരം നമ്മൾ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ധാരാളമായിട്ടും ആകാൻ പറ്റും. हम बाबा के पास आए ही पांडवों से फूल अथवा मनुष्य से देवता बनने बाबा से स्वर्ग का वर्षाണ്. നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നമ്മൾ പരസ്പരം സംസാരിക്കും, കുറ്റവും കുറവാകും അന്വേഷിക്കുന്നതാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരെ നന്നാക്കാനൊന്നുമല്ലല്ലോ, നമ്മൾ തന്നെ നന്നാക്കാനാണ്. അപ്പൊ ബാബ പറയുന്ന കുട്ടികളെ, നമ്മൾ ബാബയുടെ വന്നിരിക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് പൂവാകാനാണ്, മനുഷ്യരിൽ നിന്നും ദേവതയാകാനാണ്, ബാബയിൽ നിന്നോ സ്വർഗത്തിന്റെ സമ്പത്ത് എടുക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മൾ പരസ്പരം ഈ കാര്യങ്ങൾ നമ്മുടെ കുറവുകൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ചർച്ച. ആത്മാ അവർ പരമാത്മാക്ക രൂപി കൊയ് ജനതയിലായി. ആത്മാവിന്റെയും പരമാത്മാവിന്റെ രൂപം പോലും ആർക്കും അറിയില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞു കൊടുത്തൊക്കെ ചർച്ച ചെയ്തിട്ടേ. बल कहते आत्मा परमात्मा की संतान ही, परंतु नॉलेज चाहिए, धारणा चाहिए, मायावी बातें करते, दुखी करते तो उनको ट्रेटर कहा जाता. ആത്മാവ് പരമാത്മാവിന്റെ കുട്ടികളാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അറിവ് വേണ്ട, ധാരണ വേണ്ട, മായാവി കാര്യങ്ങൾ സംസാരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖം കൊടുക്കുക. ബാബ പറയുന്നത് അവര് ട്രൈറ്റർ. ഏത് भी दिखाया है ना असुरों को ज्ञानमृत पिलाया और बाहर जाकर गंद करते थे. ഇങ്ങനെയും പുരാണത്തിൽ കാണിച്ചിട്ടുണ്ട്, അസുരന്മാരും ഈ ജ്ഞാനാമൃതം കുടിച്ചു, അവരെന്നിട്ട് വെളിയിൽ പോയി മോശപ്രവർത്തികൾ ചെയ്തു. ഐസെ ബി ബഹുത് ഹേ ജോ ജ്ഞാനാമൃത് പീത്തെ ബി രഹത്തെ ഡിസർവീസ്. ഇങ്ങനെ ധാരാളം പേരുണ്ട്, ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഡിസർവീസ് ചെയ്യും. വാസ്തവമേ തും സബ് കന്യായേ ഹോ, അരെ അഗർ കുമാരി കെ ബി മന്ദിർ ബനെ ഹുയി. വാസ്തവത്തിൽ ബാബ പറയുന്നത്, നിങ്ങളെല്ലാം കുമാരിമാര്, കന്യകമാര്, അതർ കുമാരിയുടെ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. തെൽവാഡ തോ തുമാര ആക്യുറേറ്റ് യാതൊക്കെ ഇല്ല, മധുബനിലുള്ള തെൽവാഡ ക്ഷേത്രം കൃത്യമായ ഓർമ്മചിഹ്നമാണ്. തുമാരെ മേബി കിസ്കി ബുദ്ധി മേ മുഷ്കിൽ പഠിക്കാൻ. ബാബ പറയുന്ന ഈ മുരളി കേൾക്കുന്ന എന്റെ കുട്ടികൾക്ക് പോലും ഇതൊന്നും ശരിക്കും ബുദ്ധി ബഡി സാഫ് ചാടി. ഇത് തലയിൽ കയറണമെങ്കിൽ ബുദ്ധി വളരെ ശുദ്ധമായി. തും അഭി ഈശ്വരീയ പരിവാർക്ക് എപ്പോഴും നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ ഇപ്പോൾ ഈശ്വരന്റെ കുടുംബാംഗങ്ങളാണ്. तो ख्याल करना चाहिए कि हमारी चलन कितनी अच्छी चाहिए. അപ്പൊ ഞാൻ ഈശ്വരന്റെ കുടുംബാംഗമാണ്, അപ്പൊ ചിന്തിക്കണം അപ്പൊ എന്റെ പെരുമാറ്റത്തിൽ ജോ മനുഷ്യ സമച്ചെങ്കിൽ ഇനിയിപ്പോ ബരോബർ ശ്രീമത്ത് നൽകി. നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ ആളുകൾക്ക് തോന്നണം, ശരിയാണ് ഇവര് ഈശ്വരനെ പഠിപ്പിക്കും, ഈശ്വരനാണ് ശ്രീമത്ത്. ദേഹം ശ്രേഷ്ഠത്തെ ശ്രേഷ്ഠ ബനെ തപവഹം പദമില്ലേക. ഇവിടെ ശ്രേഷ്ഠത്തിലെ ശ്രേഷ്ഠമായാലേ അവിടെ പദവി, അവിടെ ദൈവം പഠിപ്പിക്കും. കലിയുഗത്തിൽ ഈശ്വരൻ പഠിപ്പിച്ച് നമ്മൾ സത്യത്തിൽ കൊണ്ടുപോകണം. അപ്പോൾ ഇവിടെയാണ് പഠിക്കേണ്ടത്, ഇവിടെയാണ് നമ്മൾ പെരുമാറ്റം കാണിക്കേണ്ടത്. ശ്രേഷ്ഠ യഹാംബരന, ഇവിടെ ശ്രേഷ്ഠരാകണം. ഗൃഹസ്ഥ വ്യവഹാരമേ ഗ്രഹത്തെ അന്തിम ജന്മം പവിത്ര. ബാബ പറയണ കുടുംബത്തിൽ തന്നെ ഇരിക്കും, കുടുംബജീവിതം നയിക്കുക, പക്ഷെ ഈ അവസാന ജന്മം നമ്മൾ പവിത്രമായി ജീവിക്കണം. അച്ഛാ मीठे मीठे सिकलदे बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों नमस्ते, रूहानी की, रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ: ശുദ്ധമായ ആഹാരം കഴിച്ചുകൊണ്ട് ആത്മാവിനെ പാവനമാക്കുന്നതിന് ബാബയുടെ ഓർമ്മയുടെ പരിശ്രമം തീർച്ചയായിട്ടും ചെയ്യും. ശുദ്ധമായ ആഹാരം കഴിച്ചുകൊണ്ട് മാത്രമായി, ആ ശുദ്ധമായ ആഹാരമേ കഴിക്കാവൂ, പക്ഷെ അതുകൊണ്ടായില്ല. ബാബ പറഞ്ഞ ശുദ്ധമായ ആഹാരം കഴിച്ചു ആത്മാവിനെ പവിത്രമാക്കുന്നതിന് തീർച്ചയായിട്ടും നമ്മള് ബാബയുടെ ഓർമ്മയുടെ യാത്രയ്ക്ക് ബാബയെ നമ്മൾ യാദശേഹി ശ്രേഷ്ഠാചാര്യം. ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് ശ്രേഷ്ഠ, ഓർമ്മയിലൂടെ മാത്രമേ ആത്മാവ് ശ്രേഷ്ഠ. വികർമ്മ വിനാശകരണം. ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ, ഓർമ്മയിലൂടെ വികർമ്മങ്ങൾ. इस कयामत के समय में व्यक्ति घर वापस जाना है तो पुराना सब हिसाब किताब चुप्तू कर दे. ഈ വിചാരണയുടെ സമയത്ത്
ഈശ്വരൻ ഒരു വിധിനാൾ എന്ന് വരും പറയും. വിധിനാൾ എന്തില്ല, സ്ത്രീകളെ പറയുന്നത് കിയാമ, ഹിന്ദുക്കൾ പറയുന്നത് ധർമ്മരാജൻ. ധർമ്മരാജൻ നമ്മളെ വിളിക്കും, മഹാകാലം നമ്മൾ വിളിക്കും. അപ്പൊ ബാബ പറയണു ഇത് അതിന്റെ സമയമാണ്. ഈ സമയത്ത് മടങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് നമ്മുടെ പഴയ കർമ്മത്തിന്റെ കണക്കുകളെല്ലാം ഇല്ലാതെ, രണ്ട് രീതിയിൽ കണക്കുകൾ ഇല്ലാണ്ടാവും. നമ്മൾ എത്രയോ ജന്മങ്ങളിൽ എന്തെല്ലാം കർമ്മത്തിന്റെ കണക്കുകളുണ്ടാക്കി, ഇതെല്ലാം അവിടെ. അപ്പൊ അത് എങ്ങനെ ഇല്ലാണ്ടാക്കുമ്പോ രണ്ട് രീതി. ഒന്ന് പ്രധാനമായിട്ടും ജ്ഞാനയോഗത്തിൽ, രണ്ട് അനുഭവിച്ചത്. പിന്നെ ഒരാൾ രണ്ട് അടി അടിച്ചാൽ സന്തോഷമായിരിക്കും. കാര്യം എന്താ, ഇതിന്റെ രണ്ടടിയുടെ കടം തീർന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ പറഞ്ഞത് മറ്റേ കടയോട് കിട്ടും, കണക്കെണ്ണയെ കിട്ടും. നമ്മളെന്ത് ചെയ്യും, ഒന്നും കൂടെ അടിച്ച് രണ്ടാക്കും. അപ്പൊ കണക്ക് കൂടിയോ പറഞ്ഞു. അവരെന്തോ പറഞ്ഞു, എന്റെ മനസ്സ് വല്ലാണ്ട് വേദനിച്ചു. അതുകൊണ്ട് അവരെന്നോട് ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ അതെനിക്ക് വേദനയ്ക്ക് കണക്ക് തിരിച്ചു പറഞ്ഞു. അപ്പൊ വീണ്ടും കണക്കാണ്. തിരിച്ചു പറഞ്ഞാലൊരു കുഴപ്പം എന്താ, ഭാവി ഓർമ്മത്തിന് പറ്റും. തിരിച്ചു പറഞ്ഞില്ലെങ്കിൽ കുഴപ്പം. തിരിച്ചു നമ്മൾ പറഞ്ഞു പോയാൽ, അത് ബാബു പറഞ്ഞത്, ഈ നിങ്ങൾ പരസ്പരം കണ്ട കാര്യങ്ങൾ സംസാരിക്കട്ടെ, ഈ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കും. നമ്മൾ ദേഷ്യപ്പെട്ടു പോയി, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ പിടിച്ച് രണ്ട് അടി കൊടുത്താൽ പിന്നെ ഒരിക്കലും നമുക്ക് ഈശ്വരമോ മനസ്സ് ഇവിടെ കിടക്കുന്ന പ്രയാസം. അപ്പൊ ബാബ പറയാണ്, വിചാരണയുടെ സമയമായി, പഴയ കണക്കൊക്കെ ആപ്പസ്മേ ജ്ഞാനിക്ക് ചർച്ച കർണീജ മായാവി ബാധ്യ നഹിത. പരസ്പരം ജ്ഞാന ചർച്ച ചെയ്യണം, മായാവി കാര്യങ്ങള് സംസാരിക്കും. മായാവി കാര്യങ്ങൾ സംസാരിച്ച് മായ പിടിക്കും. ബാബ പറയുന്നത് ജഗമൊഴിയും ജഗത്തി ഇനി കണ്ട കാര്യങ്ങൾ സംസാരിക്കും. അത് ഭയങ്കര രുചി വരും. इन्नते वरदान प्यूरिटी की रॉयल्टी द्वारा ब्राह्मण जीवन की विशेषता को प्रत्यक्ष करने वाले संपूर्ण पवित्र പ്യൂരിറ്റിയുടെ റോയൽറ്റി, പ്യൂരിറ്റിയുടെ പവിത്രതയുടെ കുലീനത, പ്യൂരിറ്റിയുടെ റോയൽറ്റിയിലൂടെ ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത പ്രത്യക്ഷമാക്കുന്ന ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത പ്രത്യക്ഷമാക്കുന്ന സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കൂ, സമ്പൂർണ്ണ പവിത്രമായി ഭവിക്കൂ. വിശദീകരണം. പ്യൂരിറ്റിയുടെ റോയൽറ്റിയാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത. പ്യൂരിറ്റിയുടെ റോയൽറ്റിയാണ് ബ്രാഹ്മണ ജീവിതത്തിന്റെ വിശേഷത. ഒരു റോയൽ കുടുംബത്തിൽ, ഒരു രാജകീയ കുടുംബത്തിലെ കുട്ടിയെ കാണുമ്പോൾ അവരുടെ മുഖത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും ഈ കുട്ടി ഒരു നല്ല കുടുംബത്തിൻ്റെതാണെന്ന് മനസ്സിലാവും. ബാബ പറയാണ്, ഏതെങ്കിലും രാജകീയ കുലത്തിൽ അല്ലെങ്കിൽ റോയൽ കുലത്തിലെ കുട്ടിയെ കാണും, അവരുടെ പെരുമാറ്റത്തിൽ നിന്നും മുഖത്തിൽ നിന്നും മനസ്സിലാകും ഈ കുട്ടി ഏതോ നല്ല കുടുംബം. ചിലപ്പോൾ ആരെങ്കിലും ഭിക്ഷായിക്കാൻ വരുമ്പോൾ നമ്മൾ പറയും നല്ല വീട്ടിലെ കുട്ടിയാണ്, കണ്ടത് പറയുന്നത് നല്ലൊരു വീട്ടിലെ കുട്ടിയാണ്. അപ്രകാരം ബ്രാഹ്മണ ജീവിതത്തിന്റെ തിരിച്ചറിവ് പവിത്രതയുടെ ആ പ്രകാശത്തിലൂടെ അറിയാം. ബ്രാഹ്മണ ജീവിതത്തിന്റെ തിരിച്ചറിവ് പവിത്രതയുടെ ആ പ്രകാശം. സങ്കല്പത്തിൽ പോലും അപവിത്രതയുടെ പേരോ അടയാളമോ പാടില്ല. സങ്കല്പത്തിൽ പോലും അപവിത്രതയുടെ പേരോ അടയാളമോ പാടില്ല. പേരോ അടയാളമോ വരാൻ പാടില്ല. അപ്പോൾ പെരുമാറ്റത്തിലും മുഖത്തിലും പവിത്രതയുടെ തിളക്കമാകും. മനസ്സിൽ പോലും ഒരു അപവിത്ര സങ്കല്പങ്ങൾ വരും. അപ്പോൾ ബാബ പറയാണ്, മുഖത്ത് പെരുമാറ്റത്തില് ആ പവിത്രതയുടെ കുലീനത്വം കാണപ്പെടും. ബൈബിളിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ടിങ്കിൾ സിസ്റ്ററോട് ചോദിക്കും, എന്റെ കണ്ണ് പാപം ചെയ്യുകയാണെങ്കിൽ ആ കണ്ണങ്ങെടുത്ത് കളയാൻ ഞാൻ പറഞ്ഞു. എന്റെ ആത്മാവ് നരകത്തിൽ കിടക്കും. ഇത് കണ്ണെടുത്ത് കളയാൻ പോയാൽ ഈ ലോകത്ത് മാർപ്പാപ്പികളുടെ ആർക്കും കണ്ടു, അത് എല്ലാവരും കണ്ടു കളയും. അന്ന് അത്രയും ശക്തമായിട്ട് പറയുന്നത്, എന്റെ കൈ പാപം ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയും ആ കയ്യെ കളയും, വെട്ടി കളയും. എന്റെ ആത്മാവ് നരകത്തിൽ പോകും.
ബാബ പറയാണ് മനസ്സ് കറക്റ്റാ പറഞ്ഞിരിക്കുന്നു. മനസ്സിൽ പോലും ബാബ പറയാം. അപ്പൊ നമ്മൾ എത്ര ഉയരണം? മനസ്സിൽ പോലും ഒരു പാപചിന്ത വരരുത്. ബാബ പറഞ്ഞു അപ്പോൾ മാത്രമേ നമ്മള് ആ പ്രകാശത്താണ്. प्यूरिटी अर्थात किसी भी विकार व अशुद्धि का प्रभाव न हो तब कहेंगे संपूर्ण. പവിത്രത എന്നാൽ ഒരു പ്രകാരത്തിലുള്ള വികാരത്തിന്റെ അല്ലെങ്കിൽ അശുദ്ധിയുടെ പ്രഭാവം ഉണ്ടാകും. നമുക്ക് വെറുപ്പ് വരാം, അസൂയ, കുശുമ്പ്, ചിലപ്പോൾ നമുക്ക് ദേഷ്യം, സങ്കല്പം. പറഞ്ഞു ഒരു പ്രകാരത്തിലുള്ള വികാരത്തിന്റെയോ അശുദ്ധിയുടെയോ പ്രഭാവം മനസ്സിലുണ്ട്. അതാണ് സമ്പൂർണ്ണ. അവ്യക്ത ബാബ്ദാദിന്റെ മുഖത്ത് നോക്കുന്നതാണ്, ഗുൽസാർ ദാദിന്റെ മുഖത്താണ്, ആദ്യമാരുടെ പിന്നെ നമ്മുടെയൊക്കെ മുഖത്ത് കുറേശ്ശൊക്കെ മണ്ണെണ്ണ വെളുപ്പ് ഒക്കെ. അവ്യക്ത ബാബ്ദാദിന്റെ മുഖത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ദാദിമാരൊക്കെ ഇരിക്കാൻ വരുമ്പോൾ നിഷ്കളങ്കമാണ്. ഇന്നത്തെ സ്ലോഗൻ ഹോളി ഹംസ് വകക്കെ ജോ വ്യർത്ഥത്തെ സമർത്ഥനയും പരിവർത്തനം. ആരാണോ വ്യർത്ഥത്തെ സമർത്ഥതയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് അവരാണ് ഹോളി ഹംസുകൾ. ആരാണോ വ്യർത്ഥത്തെ സമർത്ഥതയിലേക്ക് പരിവർത്തനം ചെയ്യുന്നത് അവരാണ് ഹോളി ഹംസുകൾ. അത് നേരത്തെ പറഞ്ഞതായിട്ടൊരു ബന്ധമാണ്. അതായത് നമ്മുടെ നേരെ ഒരു വ്യർത്ഥമായ പെരുമാറ്റം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാറ്, ഫീൽ ചെയ്യാറ്. എന്നാലും എന്നോട് അങ്ങനെ കാണിച്ചല്ലോ, എന്നോട് അങ്ങനെ പറഞ്ഞ് നമുക്ക് ഫീൽ ചെയ്യാറ്. സംബന്ധ സമ്പർക്കത്തിൽ ഫീലിംഗ് ഉണ്ടാവും. അപ്പൊ ബാബ പറയണു അതെനിക്ക് നല്ലതാണ് എന്ന് പരിവർത്തനം. അതാണ് ഹോളി ഹംസ്. മാതേശ്വരിയുടെ ഒരു ചെറിയ പോയിന്റുകളുണ്ട്. ഇത് സാധാരണ ഒരു കോമൺ സത്സംഗമൊന്നുമല്ല. अपना यह जो ईश्वरीय सत्संग है कॉमन सत्संग है. നമ്മുടെ ഈശ്വരീയ സത്സംഗമാണ്, സാധാരണ സത്സംഗമല്ല. ഈശ്വരീയ സ്കൂൾ കോളേജ്, ഇത് ഈശ്വരന്റെ സ്കൂളാണ്, കോളേജാണ്. इस कॉलेज में अपने को रेगुलर स्टडी करने के बाकी तो सब सत्संग करना. थोड़ा समय वहां सुनापुर जैसे थे बैसाखी बने. ഈ കോളേജ് ദൈവമാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ റെഗുലർ ആയിട്ട് അല്ലെ ആൾക്കാരോട് നമ്മൾ പറയുന്നത് ഈശ്വരനെ പഠിപ്പിക്കും. പോകാം, വീട്ടിലൊരു ഗസ്റ്റാണ്. അത് ശരി, ദൈവം ഗസ്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് ദൈവം വീട്ടിലിരിക്കുന്ന ഗസ്റ്റാണ്, വീട്ടിൽ വന്നിരിക്കുന്ന ഗസ്റ്റാണ്, പിന്നെ ആരാണ്? ഗോസ്റ്റാണ്. അപ്പൊ ബാബ പറയാണ്, അമ്മ പറയാണ് ഇത് ഒരു സാധാരണ സത്സംഗമൊന്നുമല്ല. കുറച്ചു നേരം പോയി കേൾക്കുക, പിന്നെ പഴയതുപോലെ തന്നെ ആകുക. ഇത് റെഗുലർ പഠിക്കേണ്ട സ്ഥലം. മമ്മ ഒരു ദിവസം മുരളിക്ക് ഫ്രണ്ടിൽ വന്നിരുന്നു. മമ്മയുടെ ജീവിതത്തിൽ ഒരു ദിവസം പാപ്പ അല്ലെങ്കിൽ ബാബയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എഴുതിയിരുന്നു ക്ലാസ്. ഒരു ദിവസം മമ്മ ഫ്രണ്ടിൽ വന്നിരുന്നില്ല, മമ്മയുടെ പുസ്തകത്തിലുള്ളത്. മമ്മ സ്റ്റെപ്പിൽ പോയി ഒരു താമസിച്ചു, കൊടുക്കി താമസിച്ചു. എന്നിട്ട് നമ്മൾ വഴി തന്നെ വലിയ. അപ്പൊ അത്രയും ഫംഗ്ഷനാണ്. ബാബ പറയാണ് നമ്മുടെ സത്സംഗം വളരെ പ്രാലബ്ധമുണ്ടാക്കുന്നതാണ്. ഇതൊരു സാധാരണ സത്സംഗം. ഇത് ഈശ്വരീയ കോളേജാണ്. ഇവിടെ പരമാത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ പഠിത്തം പൂർണ്ണമായ ധാരണ ചെയ്ത് ഉയർന്ന പദവി നമുക്ക് പ്രാപ്തമാക്കാൻ പറ്റും. സ്കൂളിൽ ദിവസവും പഠിക്കുമ്പോഴല്ലേ മാസ്റ്റർ ഡിഗ്രി ഒക്കെ കിട്ടുന്നത്. പറഞ്ഞു ഇവിടെയും സ്വയം പരമാത്മാവാണ് നമ്മുടെ ഗുരു, പരമാത്മാവാണ് നമ്മുടെ അച്ഛൻ, പരമാത്മാവാണ് ടീച്ചറുടെ രൂപത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇത് സർവോത്തമ ദേവീ ദേവതാ പദവി പ്രാപ്തമാക്കാനുള്ള സ്കൂളാണ്. അപ്പോ ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്കൂളിൽ ചേർന്നിരിക്കുകയാണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ ഈ നോളജ് തീർച്ചയായിട്ടും മനസ്സിലാക്കും. ഇവിടെ ആരെ പഠിപ്പിക്കുന്നത്, ഇവിടെ എന്താ അറിവാണ് കിട്ടുന്നത്, ഇതിലൂടെ എന്താണ് പ്രാപ്തി, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കും. हम तो जान चुके हैं कि हमको खुद परमात्मा आकर डिग्री पास कराते हैं और फिर एक ही जन्म में सारा कोर्स पूरा करना. നമുക്കറിയാം സ്വയം ഈശ്വരനാണ്, പരമാത്മാവ് വന്നാണ് നമുക്ക് ഈ ദേവപദവി എന്ന ഡിഗ്രി പാസ്സാക്കി. അതും ഈ ഒരൊറ്റ ജന്മത്തിലെ ഈ കോഴ്സുകൾ പൂർത്തീകരിക്കണം. നമുക്ക് സമയം കുറവാണ്. तो जो शुरू से लेकर अंत तक इस ज्ञान के कोर्स की पूरी रीति उड़ाते वो फुल पास होंगे. बाकी जो कोर्स के बीच में आएंगे वो तो इतनी नॉलेज को उड़ाएंगे नहीं. उनको क्या पता आगे का कोर्स क्या चल. അപ്പോൾ ഈ ബാബയുടെ ഈ കോഴ്സ്
ഈ ജന്മം മുഴുവൻ നമ്മൾക്ക് കോഴ്സാണ്. ഇത് പൂർണ്ണമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കും, അപ്പോഴേ പൂർണ്ണമായി പാസ്സാകും. ഈ ഇടയ്ക്ക് കയറി വരികയും ഇടയ്ക്ക് പോവുകയും ചെയ്യുമ്പോൾ അത് ഈ നോളജ് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഇനി വരാനുള്ള കോഴ്സ് എന്താന്ന് പിന്നെ അവരെങ്ങനെ മനസ്സിലാക്കും? इसलिए हम रेगुलर പഠനം. അതുകൊണ്ട് ഈ കോളേജിൽ रेगुलर इस नॉलेज को जानने से ही आगे बढ़ेंगे, इसलिए रेगुलर स्टडी करना. ഈ ജ്ഞാനം മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് നമ്മുടെ പഠിത്തം റെഗുലറായി. ഇന്ന് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ ബാബയെ ഓർമ്മിക്കേണ്ട ശീലം ഉണ്ടാക്കുമെങ്കിൽ ദേഹി അഭിമാനിയായി മാറും, ഉത്സാഹവും സന്തോഷവും നിലനിൽക്കും, പെരുമാറ്റം നന്ദി. ജ്ഞാനാമൃതം കുടിച്ചുകൊണ്ട് പല കുട്ടികളും ട്രൈറ്ററായി മാറും. അതെങ്ങനെയാണ്? ഒരു ഭാഗത്ത് അവർ ജ്ഞാനാമൃതം കുടിക്കും, മറുഭാഗത്തുമായി പോയി മോശമായ പ്രവൃത്തികൾ ചെയ്യും. പെരുമാറ്റം ആശ്ചര്യ പെരുമാറ്റമായിരിക്കും. ഈശ്വരുടെ കുട്ടിയായിട്ടും പെരുമാറ്റം നന്നാക്കുന്നില്ല, പരസ്പരം മായാവി കാര്യങ്ങൾ സംസാരിക്കുന്നു, അങ്ങോട്ടും ദുഃഖം കൊടുക്കുന്നു. അവർ ട്രൈ. ബാബ പറയാണ്, കുട്ടികൾ ഇവിടെ വന്നിരിക്കുന്നത് അസുരിൽ നിന്നും ദേവതയാകാനാണ്. അതുകൊണ്ട് പരസ്പരം ജ്ഞാനം ചർച്ച ചെയ്യണം, ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം, നമ്മുടെ ഉള്ളിലുള്ള കുറവുകൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം, ബുദ്ധി സ്വച്ഛവും. പിന്നെ ബാബ എന്താണ് പറഞ്ഞത്? ഇതൊരു സാധാരണ സ്കൂളല്ല. ബാബ കൽപ്പത്തിൽ ഒരിക്കൽ വന്ന് പഠിപ്പിക്കും. ഇവിടെ ആളുകൾ നശിക്കാനുള്ള കാരണം ഈശ്വരൻ സർവ്വവ്യാപി എന്ന് പറഞ്ഞു. പിന്നെ ചിലര് സ്വയം ഈശ്വരനാന്ന് പറഞ്ഞ് നടന്ന് അവരെ പൂജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരുടെ ദേഹത്ത് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ പറയാണ്, ഈ കലിപ്പത്തില് എല്ലാം ഭ്രഷ്ടാചാരികളായി. ഒരാൾ പോലും ശ്രേഷ്ഠാചാരികളില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ജനിച്ചത് വികാരത്തിൽ കൂടി. ബാബരം മുതൽ എല്ലാവരും ജനിച്ചതാണ്. കൈക്കൂലി മേടിക്കാത്തവരും അല്ലെങ്കിൽ കുഴപ്പങ്ങൾ കാണിക്കാത്തവരും ശ്രേഷ്ഠാചാരികളാണ്. കൈക്കൂലിയും അഴിമതി കാണിക്കുന്നവരും ഭ്രഷ്ടാചാരികളാണ്. അതല്ല അതിന്റെ ഡെഫിനിഷൻ. ബാബ പറയുന്നു, ദേഹബോധത്തിൽ വികാരം ഭ്രഷ്ടാചാരികളാണ്. പിന്നെ ആളുകൾ ഗംഗയിൽ പോയി കുളിക്കുകയാണ്. ആത്മാവ് നിർലേപമാണ്, ശരീരത്തിന് കുഴപ്പം, ആത്മാവ് പരമാത്മാവ്. ബാബ പറയുന്നു, അല്ല, ഈ വക തലതിരിഞ്ഞ അറിവാണ് കുഴപ്പമുണ്ടാക്കിയത്. ആത്മാവിൽ അഴുക്ക് ബാധിക്കുന്നുണ്ട്. ആ അഴുക്ക് കഴുകി കളയാൻ ബാബ പറയുന്നു, ഗംഗയിൽ പോയി കുളിച്ചു. അത് ജ്ഞാനഗംഗയിൽ കുളിച്ച് പരമാത്മാവിനെ ഓർമ്മിക്കണം. പരമാത്മാവിനെ ഓർമ്മിക്കുന്നതിലൂടെ മാത്രമേ വികർമ്മങ്ങൾ വിനാശമാകൂ, ആത്മാവ് ശുദ്ധമാവുകയുള്ളൂ. ആഭരണം വളരെ മോശമാണ്, സ്വർണം നല്ലതാന്ന് പറഞ്ഞാൽ ബാബുവിന് ആത്മാവ് അശുദ്ധമായതുകൊണ്ടാണ് ശരീരത്തിലും അശുദ്ധി വന്നത്. ദേവതകൾക്ക് ഇത് രണ്ടും പവിത്രമാണ്, അതുകൊണ്ടാണ് പൂജ്യരായ ദേവതകൾ പൂജിക്കുന്നത്. ഇപ്പോൾ ബാബ പറയാണ്, നമ്മൾ പൂജാരിക്കണം, പൂജ്യരാകണം. ഇതിന്റെ ആധാരം നമ്മൾ ആളുകൾക്ക് മനസ്സിലാക്കി ധാരണ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ദേവതകളുടെയും ദൈവത്തിന്റെയൊക്കെ പൂജാരികളുണ്ട്. ആ പൂജാരികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാകും. ആ കർത്തവ്യം നമ്മൾ ചെയ്യണം. ബാബയെ ആ കാര്യത്തിൽ നമ്മൾ സഹായിക്കണം. ഞാൻ ശുദ്ധ ആഹാരം കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് മനസ്സ് ശുദ്ധമാണെന്ന് വിചാരിച്ചേക്കരുത്. ബാബ പറയാണ്, ദേഹി അഭിമാനിയാകാനും പരമാത്മാവിനെ ഓർമ്മിക്കാനും നല്ല പരിശ്രമം ആവശ്യം. ആദ്യം നമ്മൾ ദേഹി അഭിമാനിയാകാനും പരിശ്രമിക്കണം. എന്നിട്ട് ബാബ പറയണു, നമ്മള് പ്രിയതമ ഓർമ്മിക്കുന്നത് പോലെ അത്രയും പ്രേമപൂർവ്വം ഇത്തരം ബാബ. ധാരാളം പേര് ബാബയ്ക്ക് വിദേശത്തുണ്ട്. അവർ പലർക്കും ബാബയുടെ മുമ്പിൽ പോലും വന്നിട്ട്, പക്ഷെ അവർ നന്നായിട്ട് ബാബയെ ഓർമ്മിക്കുന്നത്. എല്ലാത്തിന്റെയും ആധാരം ബാബ പറയാണ്, ഓർമ്മയാണ്. ഓർമ്മയും ധാരണ ചെയ്ത് നമ്മൾ കണ്ണി കണ്ട കാര്യങ്ങൾ സെന്ററിൽ സംസാരിക്കുകയും പരസ്പരം സംസാരിക്കുകയും അല്ലെ, അവഗുണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും മോശമായ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതപ്പതിച്ച് വീണുപോകും. ബാബ പറയാണ്, അവർ ട്രൈറ്ററാണ്. അവരെ നമ്മൾ ജ്ഞാനത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, നമ്മുടെ കുറവുകൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പരസ്പരം സഹായിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ നമ്മൾ വളരെയധികം ജാഗ്രത ഈ യാത്രയിൽ നമുക്ക് ആവശ്യമാണ് മനസ്സിലാക്കുമ്പോൾ. നല്ല പരിശ്രമമില്ലാതെ ബാബ പറയുന്നത് നേടിയെടുക്കാൻ പറ്റില്ല. ദേവതയാകുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. ഇതിൽ ഉയർന്ന പദവി നേടണമെങ്കിൽ നല്ല പരിശ്രമം. അതാണ് നമ്മ പറഞ്ഞത്, റെഗുലർ സ്റ്റഡി ആവശ്യം. ഇത് ഈശ്വരൻ തന്നെ അച്ഛനാണ്, ഗുരുവാണ്, ടീച്ചറായിട്ട് നമ്മളെ പഠിപ്പിച്ചു. സത്യത്തിൽ ബാബ പറഞ്ഞ ഒരു ഗുരു ഉണ്ടാവില്ല. സത്യത്തിൽ ഗുരുവിന്റെ ആവശ്യമില്ല. കാരണം സദ്ഗുരു ഭഗവാൻ നമ്മളെ സദ്ഗതയിലേക്ക് വിട്ടുകഴിഞ്ഞ ഒരു ലോകത്ത് വേറൊരു ഗുരുവെന്ന് നമ്മളെ പഠിപ്പിക്കും. അവർ അവരെ പഠിപ്പിക്കാം. അവിടെ അതിനൊന്നും ആവശ്യമില്ല. ഇവിടെയാണ് ആളുകൾ ഗുരുവാണ്, സദ്ഗുരുവാണ്, ശ്രീശ്രീ എന്നൊക്കെ പറഞ്ഞു. അവർ ഇവിടെ ഗുരുവില്ല, ശ്രീശ്രീയുമല്ല. ശ്രീശ്രീ എന്നുള്ള ടൈറ്റിൽ വാസ്തവത്തിൽ പരമാത്മാവിന്റെ ടൈറ്റിലാണ്. ആ പരമാത്മാവാണ് ശ്രീ കൃഷ്ണനെയും ശ്രീരാമനെയും പറഞ്ഞത്. ബാബ പറയാണ്, എന്റെ ജന്മം ഭാരതത്തിലാണ്. ഈ ഭാരതമാണ് ഏറ്റവും താഴെപ്പോയിട്ട് ഈ ഭാരതത്തെ എടുക്കും. വരദാനത്തിൽ ബാബ എന്താ പറഞ്ഞത്? നമ്മുടെ സങ്കല്പത്തിൽ മനസ്സിൽ പോലും ഒരു വിധത്തിലുള്ള വികാരത്തിന്റെ സങ്കല്പങ്ങൾ വരുന്നത്. അപ്പോഴാണ് നമ്മൾ റോയൽ കുടുംബത്തെ കുടുംബം ഓരോ ഒരു വിചാരം ഉണ്ടാകണം, എനിക്ക്
ഈശ്വരന്റെ കുടുംബത്തിൽ. ശ്ലോകനിൽ എന്താ പറഞ്ഞത്? വ്യർത്ഥത്തെ സമർത്ഥതയിലേക്ക് പരിവർത്തനപ്പെടുത്തുന്നതാണ്.